നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. 2015 ജർമ്മനിയിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹത്തിന് സമാനമായ കടുത്ത പ്രതിസന്ധിയിലേക്ക് യൂറോപ്പ് വീണ്ടും നീങ്ങുന്നുവെന്ന സൂചനയാണ് ഇന്നുണ്ടായത്. വടക്കേ ആഫ്രിക്കൻ തീരത്തുള്ള സ്പെയിനിന്റെ അധീനതയിലുള്ള മേഖലയായ സെബൂത്തയിലേക്ക് മൊറോക്കോയിൽ നിന്ന് 60,000-ലധികം നിയമവിരുദ്ധ കുടിയേറ്റക്കാർ അതിക്രമിച്ച് കയറിയതോടെ ആഗോളതലത്തിൽ വൻ നയതന്ത്ര കൊടുങ്കാറ്റ് രൂപപ്പെട്ടിരിക്കുകയാണ്. സംഭവത്തെ സ്പെയിനിന്റെ പ്രാദേശിക പരമാധികാരത്തിന് മേലുള്ള അതിക്രമവും ആക്രമണവും ആണെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് വിശേഷിപ്പിച്ചു. എന്നാൽ അതിർത്തി സംരക്ഷിക്കുന്നതിൽ സ്പെയിൻ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച് ജർമ്മനി, ഇറ്റലി, സ്വീഡൻ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. എന്നാൽ വടക്കേ ആഫ്രിക്കൻ അതിർത്തിയിലുള്ള സ്പാനിഷ് അധീന മേഖലയായ സെബൂത്തയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയ അഭയാർത്ഥി പ്രവാഹവും തുടർന്നുണ്ടായ ആഗോള നയതന്ത്ര തർക്കങ്ങളും ശാന്തമാവുകയാണെന്നാണ് ഏറ്റവും ഒടുവിലത്തെ സൂചന. വ്യാജ പ്രചാരണങ്ങളിൽ വഞ്ചിക്കപ്പെട്ട് അതിർത്തി കടന്നെത്തിയ പതിനായിരങ്ങൾ പ്രതീക്ഷകളറ്റ് സ്വന്തം നാടായ മൊറോക്കോയിലേക്ക് തന്നെ മടങ്ങിത്തുടങ്ങി. 70% ജനപ്പെരുപ്പമായി വെറും 87,000 മാത്രം ജനസംഖ്യയുള്ള സെബൂത്തയിലേക്ക് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് 50,000 മുതൽ 60,000 വരെ ആളുകളാണ് അതിക്രമിച്ച് കയറിയത്. എത്തിയവരിൽ ഭൂരിഭാഗവും 15-നും 26-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളായിരുന്നു. മൊറോക്കോയിലെ തൊഴിലില്ലായ്മയും സാമ്പത്തിക തകർച്ചയുമാണ് ഇവരെ ഇവിടേക്ക് കയറി കൂടാൻ പ്രേരിപ്പിച്ചത്. സ്പാനിഷ് സുപ്രീം കോടതിയുടെ വിധിയെ ദുർവ്യാഖ്യാനം ചെയ്ത് മനുഷ്യക്കടത്ത് മാഫിയകൾ അതിർത്തി തുറന്നെന്ന വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതാണ് പെട്ടെന്നുള്ള കടന്നുകയറ്റത്തിന് വഴിതെളിച്ചത്. 57 ജീവനുകളാണ് ഇതിനിടയിൽ പൊലിഞ്ഞത്. കടൽ മാർഗം നീന്തി കയറാൻ ശ്രമിക്കുന്നതിനിടെ മുങ്ങിമരിച്ചും തിക്കിലും തിരക്കിലും പെട്ടും കൊല്ലപ്പെട്ടവരുടെ എണ്ണം 57 ഉയർന്നു. അതേസമയം മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലമില്ലാതെയായി. മരണസംഖ്യ കുത്തനെ ഉയർന്നതോടെ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ നഗരത്തിലെ ആശുപത്രി മോർച്ചറികളിൽ സ്ഥലം തികയാത്ത അവസ്ഥയും സംജാതമായി. തെരുവിൽ പോലീസും കുടിയേറ്റക്കാരും തമ്മിൽ ചേസിംഗ് നടക്കുകയും കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടച്ചിടുകയും ചെയ്തിരുന്നു. ഇതിനിടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ കടുത്ത അമർഷവും ഭീഷണിയും ഉണ്ടായി. അതിർത്തി സംരക്ഷിക്കുന്നതിൽ സ്പെയിൻ പരാജയപ്പെട്ടുവെന്നാരോപിച്ച് ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഡെൻമാർക്ക്, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ രംഗത്തെത്തി. സ്പെയിനിനെ ഷെങ്കൻ സ്വതന്ത്ര സഞ്ചാര മേഖലയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഇറ്റലിയും ഡെൻമാർക്കും ആവശ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായി ഇറ്റലി സ്പെയിനുമായുള്ള ഷെങ്കൻ കരാർ 1 മാസത്തേക്ക് താൽക്കാലികമായി റദ്ദാക്കി. ഫ്രാൻസും ജർമ്മനിയും തങ്ങളുടെ ആഭ്യന്തര അതിർത്തികൾ പരിശോധനകൾ ശക്തമാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. സ്പെയിനിന്റെ മറ്റൊരു ആഫ്രിക്കൻ മേഖലയായ മെലീലയിലെ ബെനി എൻസാർ അതിർത്തിയും പൂർണ്ണമായും അടച്ചുപൂട്ടി. എന്നാൽ ഷെങ്കൻ നിയമസംഹിത അനുസരിച്ച് ഒരു അംഗരാജ്യത്തെ കൂട്ടായ്മയിൽ നിന്ന് ഏകപക്ഷീയമായി പുറത്താക്കാൻ വകുപ്പുകളില്ലെന്ന് നിയമവിദഗ്ധർ വ്യക്തമാക്കി. സെബൂത്ത ആഫ്രിക്കൻ വൻകരയിലായതിനാൽ അവിടെ എത്തുന്നവർ നേരിട്ട് യൂറോപ്യൻ വൻകരയിലേക്ക് പ്രവേശിക്കുന്നില്ലെന്നും ഇറ്റലിയുടെ ആവശ്യങ്ങൾ തള്ളിക്കൊണ്ട് ബാഹ്യ അതിർത്തികൾ സംരക്ഷിക്കാനാണ് മുൻഗണനയെന്നും യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കുകയും ചെയ്തു. 48,300 പേർ തിരികെ മടങ്ങിയത് സാധാരണ നിലയിലേക്ക് നഗരവും എത്തിത്തുടങ്ങി. തുടർന്ന് ജീവിക്കാൻ മറ്റു പോംവഴികളില്ലെന്ന് മനസ്സിലായതോടെ എത്തിയവരിൽ 48,300ഓളം പേർ മിനിറ്റിൽ 150 പേർ എന്ന തോതിൽ സ്വമേധയാ മൊറോക്കോയിലേക്ക് മടങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ നഗരജീവിതം പുനഃസ്ഥാപിച്ചു. അതിർത്തിയിലെ ഭീതി ഒഴിഞ്ഞതോടെ അടച്ചിട്ട റെസ്റ്റോറന്റുകളും കടകളും വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങി. സ്പാനിഷ് സൈന്യവും പോലീസും മേഖലയിൽ തുടർ പരിശോധനകൾ നടത്തി വരികയാണ്. എന്തായാലും ലോകത്തെ ഞടുക്കിയ ഒരു വലിയ അഭയാർത്ഥി പ്രവാഹമായിരുന്നു സെബൂത്തയിലേക്ക് നടന്നു കയറിയത്. ഒരുപക്ഷെ ഇതിന്റെ ബാക്കി പത്രമായി ഇനിയും കൂടുതൽ ആളുകൾ മറ്റു ഭാഗങ്ങളിലേക്ക് കടന്നു കയറാൻ സാധ്യതയുണ്ടെന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട്. 106 യാത്രക്കാരുമായി സ്റ്റുട്ട്ഗാർട്ടിൽ നിന്ന് വിയന്നയിലേക്ക് പറന്നുയർന്ന യൂറോവിങ്സ് വിമാനത്തിൽ ഇടിമിന്നലേറ്റതിനെ തുടർന്ന് അടിയന്തരമായി തിരിച്ചിറക്കി. വ്യാഴാഴ്ച വൈകുന്നേരമാണ് എയർബസ് A320 വിമാനത്തിന് നേരെ അപ്രതീക്ഷിത സംഭവമുണ്ടായത്. ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം ആകാശത്ത് വെച്ച് വിമാനത്തിന് മിന്നലേൽക്കുകയായിരുന്നു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പൈലറ്റുമാർ വിമാനം സ്റ്റുട്ട്ഗാർട്ട് വിമാനത്താവളത്തിലേക്ക് തന്നെ തിരിച്ചുവിടാൻ തീരുമാനിച്ചു. പറന്നുയർന്ന ഏകദേശം 40 മിനിറ്റിനുള്ളിൽ വിമാനം സുരക്ഷിതമായി നിലത്തിറക്കി. വിമാനത്തിലുണ്ടായിരുന്ന 106 യാത്രക്കാരും ജീവനക്കാരും പൂർണ്ണ സുരക്ഷിതരാണെന്ന് യൂറോവിങ്സ് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു.
ജർമ്മനിയിലെ ബാഡൻ വുട്ടംബർഗ് സംസ്ഥാനത്തിലെ ഒബർസുൽമിന് സമീപമുള്ള ഹൈൽബ്രോണിലെ പ്രശസ്തമായ ബ്രൈറ്റനവർ തടാകത്തിൽ നീന്താനിറങ്ങിയ മലയാളി മുങ്ങി മരിച്ചു. ജൂലൈ 24 വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് നാടിനെ നടുക്കിയ ഈ ദാരുണ സംഭവം നടന്നത്. കോയമ്പത്തൂരിലെ ബോഷ് കമ്പനിയിൽ എഞ്ചിനീയറായ കൊടുങ്ങല്ലൂർ സ്വദേശി രാഹുൽ നാരായണൻ മാളക്കാരൻ എന്ന 29-കാരനാണ് ബ്രൈറ്റനവർ തടാകത്തിൽ മുങ്ങി മരിച്ചത്. ഭാര്യയ്ക്കൊപ്പം ജോലി സംബന്ധമായ ഡെപ്യൂട്ടേഷനിൽ ഹൈൽബ്രോണിൽ എത്തിയപ്പോഴാണ് രാഹുലിന് ദാരുണാന്ത്യം സംഭവിച്ചത്. തടാകത്തിലെ ആഴമില്ലാത്ത ഭാഗത്ത് നീന്തുകയായിരുന്ന രാഹുൽ പെട്ടെന്ന് അപകടത്തിൽപ്പെടുകയായിരുന്നു. വൈകുന്നേരം 4:40ഓടെയാണ് സംഭവം. വെള്ളത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയ രാഹുൽ കൈകൾ ഉയർത്തി സഹായത്തിനായി അപേക്ഷിക്കുകയും അപകടം ശ്രദ്ധയിൽപ്പെട്ടയുടൻ ഒപ്പമുണ്ടായിരുന്നവരുടെ വേഗത്തിലുള്ള ഇടപെടൽ മൂലം കൂടെയുണ്ടായിരുന്ന സുഹൃത്തും സമീപത്തുണ്ടായിരുന്ന മറ്റൊരു നീന്തൽക്കാരനും ചേർന്ന് രാഹുലിനെ വേഗത്തിൽ കരയ്ക്കെത്തിച്ചു. കരയിലെത്തിച്ച ഉടനടി അവിടെയുണ്ടായിരുന്നവർ അടിയന്തര പ്രഥമ ശുശ്രൂഷയും CPR നൽകുകയും തുടർന്ന് സ്ഥലത്തെത്തിയ പാരാമെഡിക് സംഘം ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ രാഹുലിനെ SLK മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ബോഷ് കമ്പനിയുടെ നേതൃത്വത്തിലാണ് പൂർത്തിയാക്കിയത്. സംഭവത്തിൽ ജോസ് കുമ്പളവേലിയും ഇടപെട്ടിരുന്നു. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ ന്യൂഡൽഹി വഴി ഓഗസ്റ്റ് 1 വൈകുന്നേരം കൊച്ചിയിലെത്തിക്കുന്ന മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി വസതിയിൽ എത്തിച്ച് സംസ്കരിക്കും. കൊടുങ്ങല്ലൂർ മാളക്കാരൻ ഉണ്ണികൃഷ്ണന്റെയും കുണ്ടൂർ വീട്ടിൽ ദയയുടെയും മകനാണ് രാഹുൽ. ഭാര്യ തൃശൂർ സ്വദേശി വർഷ പുല്ലൂർ. രാഹുലിന് ഒരു സഹോദരനുണ്ട്, ആദിത്. ഈ വർഷം ബ്രൈറ്റനവർ തടാകത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആദ്യ മുങ്ങിമരണമാണതെന്ന് പോലീസ് വക്താവ് അറിയിച്ചു. കഴിഞ്ഞ വർഷവും ഇവിടെ സമാനമായ മാരക അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. തീരത്തോട് ചേർന്ന് ആഴമില്ലാത്ത മേഖലയിലായിരുന്നിട്ടും രാഹുൽ എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത് എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായി ഉണ്ടായ ആരോഗ്യാവസ്ഥയാണോ അപകടത്തിന് കാരണമെന്ന് വ്യക്തമല്ല. എന്തായാലും കഴിഞ്ഞ കുറെ നാളുകളായി ജർമ്മനിയിൽ മലയാളികളുടെ മുങ്ങിമരണം കൂടുതലായി ഉണ്ടാവുന്നുണ്ട്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും യൂറോപ്യൻ യൂണിയൻ സാമ്പത്തിക മേഖലയ്ക്ക് ആശ്വാസമേകി പുതിയ റിപ്പോർട്ട്. യൂറോ കറൻസി ഉപയോഗിക്കുന്ന 21 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന യൂറോസോൺ സാമ്പത്തിക മേഖല 2026 രണ്ടാം പാദത്തിൽ 0.4% വളർച്ച കൈവരിച്ചു. 2025 ആദ്യ പാദത്തിന് ശേഷം യൂറോസോൺ രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന ത്രൈമാസ വളർച്ചയാണിത്. അയർലൻഡാണ് വളർച്ചയിൽ മുന്നിൽ. അംഗരാജ്യങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അയർലൻഡാണ്. 3.9% ത്രൈമാസ വളർച്ച നിരക്കാണ് അയർലൻഡ് നേടിയത്. 1.7% വളർച്ചയുമായി ലിത്വാനിയ രണ്ടാം സ്ഥാനത്തുണ്ട്. അതേസമയം വൻകിട മൾട്ടിനാഷണൽ കമ്പനികളുടെ സാന്നിധ്യം കാരണം അയർലൻഡിന്റെ വളർച്ചാ നിരക്കിൽ പെട്ടെന്നുള്ള വ്യതിയാനങ്ങൾ സാധാരണയാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചു. ഓസ്ട്രിയയ്ക്കും ബെൽജിയത്തിനും നിരാശയാണ്. പട്ടികയിൽ ഏറ്റവും പിന്നിൽ ഓസ്ട്രിയയും ബെൽജിയവുമാണ്. ഈ രണ്ടാം ഭാഗത്തിൽ ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തിക വളർച്ചയൊന്നും രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങൾ 0.2% വീതം ശാന്തമായ വളർച്ച രേഖപ്പെടുത്തി. സ്പെയിൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി തുടരുന്ന മികച്ച പ്രകടനം ആവർത്തിച്ച് 0.7% വളർച്ച കൈവരിച്ചു. യൂറോപ്യൻ സ്ഥിതിവിവര കണക്ക് ഓഫീസായ യൂറോസ്റ്റാറ്റ് ആണ് ഈ പ്രാഥമിക വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.